കാരണം പോലുള്ളവർക്കാണ് അത് വേദിയിൽ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ വീട്ടിലിരിക്കണ ഞങ്ങളുടെ മക്കളെ അച്ഛനാക്കാൻ വിട്ടുകൊണ്ട് അവർ പറയണ ഈ കുർബാന ചെല്ലണ്ട എന്ന് പറയാൻ അവർക്കെന്താ അധികാരം? സാറൊക്കെ അതിന് ഇടപെടണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ മോനെ വിട്ടിട്ടുണ്ട്. നാളെ പറയും നമ്മളിവിടെ പിച്ചക്കാരൻ, നമ്മൾ അനാഥാലയത്തിലുള്ള പിള്ളേരാണ് വിടണേ. ആ ബിഷപ്പുമാരും അല്ല അനാഥാലയത്തിൽ നിന്ന് വന്നതായിരിക്കും. അവർക്ക് തോന്നുമ്പോ പറഞ്ഞു വിടാനിരിക്കുന്നത്. അവരിപ്പോ ഒരു കൊല്ലം വന്നിട്ട് നമ്മളൊരാവശ്യം പറഞ്ഞിട്ട് അതിനൊരു ആൻസർ പോലും ഒരു കൊല്ലമായിട്ട് തരാത്ത ആള് അതിൻ്റെ അകത്തിരുന്ന് നമ്മൾ ഇന്നും നേർച്ചിടുന്ന പൈസ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചിരിക്കണേ. അവര് കാറിൽ പോണ്, പ്ലെയിനിൽ പോണ്, അവർക്ക് ഇതിനൊരു ആൻസർ തന്നേ പറ്റുള്ളൂ. നമ്മളെന്തിനീ വെയിലും കൊണ്ട് വെക്കണേ? നമ്മളവരുടെ പിച്ച മേടിക്കാൻ നിൽക്കണവരാ. അതുപോലെ ഇപ്പൊ ഒരു കൂവത്ത് പിതാവിനാക്കിയിട്ടുണ്ട്. ആ അച്ഛന്റെ കണ്ണിലേക്ക് നോക്കി അറിയാം കള്ളത്തരമാണെന്ന്. കള്ളത്തരമായിട്ട് കാശ് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിക്കാർക്ക് മാത്രമുള്ള ഈ അച്ഛന്മാർക്ക് ബിഷപ്പാകാനുള്ള യോഗ്യത. അത് മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് തരികട കാണിക്കാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പയുടെ വീട്ടിലെ ജനിച്ചു വളർന്നതാണെന്നും പറഞ്ഞാക്കിയൊക്കെ അങ്ങനെ ജനിച്ചു വളർന്നവരാക്കാനിരിക്കുകയാണ് മാർപ്പാപ്പ. ഈ വയസ്സായി എന്തോരം അത് എറണാകുളത്തുള്ള അച്ഛന്മാരൊക്കെ റിട്ടയർഡായി നല്ലവര് പോകുമ്പോ അവരുടെ നമ്മുടെ ബലം കുറയാൻ വേണ്ടി അവര് നാളെ അവർക്കൊരു ആൻസർ എന്തുകൊണ്ട് തന്നില്ല. നമ്മളെ പിച്ചക്കാരാ, അവർക്ക് തോന്നുമ്പോ ആൻസർ പറയാനിരിക്കേ. അതിന് ഇനി അച്ഛന്മാരെ അല്ല സാറെ മുമ്പിൽ നിർത്തണ്ടേ, ജനങ്ങളാണ്. നമ്മളില്ലെങ്കിൽ അവരെവിടെ പോയി കുർബാന ഇല്ലും. അവര് കുർബാന എല്ലാം പറയുമ്പോ കുർബാന അല്ലാണ്ട് ഉടുപ്പൊക്കെ ഊരി അവരുടെ പെട്ടിയിലാക്കി പോയിരിക്കാനാ. ഇവര് വല്ല പിടിച്ചുകൊണ്ട് വന്നേക്കണവര്. ഇവർക്ക് വലിയ അമ്മമാരും അമ്മയും അപ്പനും സ്വന്തക്കാരൊക്കെ ഉള്ളവരല്ലേ, ചോദിക്കാനും പറയാനും ആളില്ലേ. ഇടവക്കാരല്ലല്ലോ, ഇവരെ ജനിപ്പിച്ച ഒരമ്മയും അപ്പനും ഉണ്ടല്ലോ, അവർക്കുണ്ട് സ്വന്തക്കാര്. സാറിന്റെ മോളെ കെട്ടിച്ച സാർ ആദ്യം ചോദിക്കണ സാറിന്റെ മോളുടെ വീട്ടിലുള്ളവരാ അല്ലേ. നമ്മളവിടെ പോയി നിരാകാരം കടന്ന് മരിക്ക വേണമെങ്കിൽ. പക്ഷെ ഇതിനൊക്കെ ഒരു അർജിയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛന്മാരോട് പറയണെങ്കിൽ കുർബാന എല്ലാം ഉണ്ടാവുന്നു. ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു അച്ഛനാണ്, അയാൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അയാൾ എന്തൊന്നായിരുന്നു എല്ലാവരെയും പറയണേന്ന് എനിക്കറിഞ്ഞൂടാ. അയാളൊക്കെ എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ അവിടെ ചട്ടിയും കലവും കഴുകണത്. അല്ല, മാർപ്പാപ്പ ഇങ്ങനെ സേവനം സൃഷ്ടിച്ചവർക്കൊക്കെ വലിയ പദവി കൊടുക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കണ വേലക്കാർക്കൊക്കെ നമ്മൾ പദവി കൊടുക്കോ? ഇതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ? നമ്മളുടെ മക്കള് പണം കൊണ്ടാണ് കാശ് മേടിക്കണേ. പണം കൊടുത്ത് കിട്ടുന്ന സാധനമാണോ ഈ പദവികള്? ഇതിന്റെ പുറകില് ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാർക്ക് മാത്രമാണ് ഈ മാർപ്പാപ്പ റോമില് ചാൻസ് ഉള്ള. ഇതിനൊരു ഈ ഓരോ രൂപതയ്ക്കും ഇത്ര ആളുകൾക്ക് ഒരു ബിഷപ്പ് വേണം, കർദിനാൾ വേണമെന്നുള്ളൊരു നിയമം കൊണ്ടുവരണ്ട. ഇവര് തോന്നണവർക്ക് കാശ് കൊടുത്താക്കാൻ പറ്റിയല്ല രാഷ്ട്രീയക്കാരാണ് ഇവരൊക്കെ. സത്യം പറഞ്ഞ ഇന്നലെ കണ്ടപ്പോ സങ്കടം തോന്നി. കാരണം ഇവര് പറയാണ് കുർബാന അല്ലെങ്കിൽ ഇനി വീട്ടിൽ പോയിരുന്നോളാൻ. അവര് വീട്ടിൽ പോയിരിക്കാൻ നമ്മളുടെ മക്കളെ കെട്ടിച്ചു വിട്ട് നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോ പറയണ ഇനി നീ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞ ഒരു കല്യാണം കഴിച്ചു വിടുന്നതിലും വലിയതാണ് ഒരു പൗരോഹിത്യം. ആ മനുഷ്യന്റെ ജീവിതം അവര് നഷ്ടപരിഹാരം തന്നെ ഈ ബിഷപ്പുമാര് ഈ അച്ഛന്മാർക്ക്. ഇത് ഇറക്കി വിട്ട ഈ ബിഷപ്പുമാർക്ക് എതിരെ കേസ് കൊടുക്കണം. അവരെന്താ തോന്നിയാസം കാണിക്കാനിരിക്കുകയാണ്. നമ്മളൊരു തെറ്റ് പറഞ്ഞ അത് സംസാരിച്ച് തീർക്കാൻ കഴിവില്ലാത്ത ഒരാളെ ഒരു കൊല്ലമായിട്ട് ഇവിടെ ഇരുത്തണ എന്തിനാ? ഇവർക്ക് എന്ത് അധികാരമുണ്ട്? പിന്നെ എന്തിനാ വന്ന അവിടെ ഇരുന്ന് ഈ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ? ആരുടെ കാശെടുത്ത് നടക്കണേ? അതിലും ഭേദമല്ലേ പിണറായി വിജയൻ. സ്വന്തം വീട്ടിലെ മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് ഇന്ത്യയിൽ ബാക്കിയുള്ളത്, മറ്റുള്ളവരെ കടികൊള്ളാൻ പോണാണ്. അതിലും വൃത്തികേടാണ് ഈ കാണിക്കണം. ഇവര് ആർക്ക് വേണ്ടിയിട്ടാ? ഒരു മനസാക്ഷിയില്ല. അപ്പൊ പിതാവിനോട് നാളെ പറയണം വീട്ടിൽ പോയിരിക്കാൻ പറയാ. അവര് തെറ്റ് ചെയ്തെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണം. അതല്ല തെറ്റ് ചെയ്യാത്തവരാ പറയണ ഇന്നത്. അതിനൊരു നിയമമില്ലേ? ഒരു കൊല്ലം നമ്മള് ഇവിടെ പുതിയൊരാളെ ബിഷപ്പാക്കി വെച്ചേക്കണേ. ഇദ്ദേഹം വായ തുറക്കണുണ്ടോ? ഈ വായ തുറക്കാത്ത ആളെ നമ്മള് എന്തിനാ അങ്ങനെ വെച്ചോണ്ടിരിക്കണേ? ഇനി അച്ഛന്മാരല്ല ചോദിക്കണ്ടേ, അവങ്ങള് പാവങ്ങള്
ഞങ്ങൾ പിരിച്ചുവിടാൻ നിൽക്കുകയാണ്. അവർ വിട്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളില്ലേ? ഞാൻ സാറിന്റെ എല്ലാ ടോക്കും കാണുന്നതാ. വളരെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഞങ്ങളുടെ മക്കൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ മോൻ പോയിട്ടുണ്ട്, എനിക്ക് ടെൻഷനായി. ഇനി എപ്പോഴാ പറഞ്ഞുകൂടെ? നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല, നമ്മൾ കട്ടാ ചോദിക്കാൻ പാടില്ല. ചോദിച്ചവൻ ആ അച്ഛൻ വീട്ടിൽ പൊക്കോളണം. അതാണ് ഇവരുടെ നിയമം. ഇപ്പൊ 1 വർഷമായിട്ട് ഒരാളെ പുതിയതാക്കിയിട്ട് അതിനൊരു ആൻസർ നമുക്ക് തരണ്ടേ? നമ്മൾ ഈ വെയിലും കൊണ്ട്, ഈ അച്ഛന്മാർ കാലത്തും വൈകുന്നേരം വെയിലും കൊണ്ട്, ആളുകൾക്ക് അതിൻ്റെതായ പണികളുണ്ട്. ജോലിക്ക് പോണവർ ഇവര് വെറുതെ ഇരുന്ന് ബെല്ലടിക്കുമ്പോ 12 മണിക്ക് ടൈം അടിച്ചാൽ അവർക്ക് ഭക്ഷണം കിട്ടും. നമ്മൾ പോണെങ്കിൽ നമുക്ക് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ കഴിവില്ലാത്ത ഒരാള് 1 രൂപതയിലെ പ്രശ്നം തീർക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കണേ? എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നമുക്കൊരു ആൻസർ തരണ്ടേ? എനിക്കതിന് കഴിവില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, അടുത്ത ആൾ വന്നിരിക്കട്ടെ. അല്ല സാറേ, ഈ പാവാത്തന്മാരെ അവരുടെ പേരും പറഞ്ഞ് ഈ ചീത്ത മുഴുവൻ പറയണം. പക്ഷെ അവരല്ല ഇനി ചോദിക്കണ്ടേ, ഇനി ജനങ്ങൾ അവരോട് ചോദിക്കണം. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആൻസർ തന്നില്ല? ഞങ്ങൾ കുർബാന ഇങ്ങനെ ചെല്ലണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങൾക്ക് ഇതിനാണ് ആൻസർ ഇപ്പൊ തന്നെ തരണം. ഇത് വല്ല അമേരിക്കൻ പാകിസ്ഥാനുള്ള യുദ്ധം, ഇസ്രായേൽക്കാർ പോലും യുദ്ധം ചെയ്തിട്ട് ഒരു ടൈമിൽ അയാൾ അപ്പൊ തന്നെ ആൻസർ കൊടുത്തേണ്. ഇതൊരുന്ന് 4 പേര് ഭക്ഷണം അവരിരുന്ന് ഫുൾ ടൈം ഫുഡ് അടിച്ച് നമ്മുടെ ഈ നേർച്ച കാശൊക്കെ കൊണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ് ഈ കാറിൽ കിടക്കണേ. അവര് സ്ത്രീധനം കിട്ടിയ കാശാ. ഇന്നത് അച്ഛന്മാർക്ക് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ സാറിന് എനിക്കൊക്കെ ചോദിക്കാൻ പറ്റും. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ഈ കാലത്തും വൈകുന്നേരം നടക്കാൻ നമുക്ക് വേറെ പണിയുണ്ടെന്നേ. പറ്റില്ലെങ്കിൽ അവരവിടെ നിന്ന് മാറണം അല്ലേ? കാരണം അവരോട് ചോദിച്ചു, എനിക്കൊക്കെ അവിടെ പോയി അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റില്ല. സാറിനെ പോലുള്ളവർക്ക് ചോദിക്കാൻ പറ്റും. ഇതിന് ആൻസർ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഇത് അച്ഛന്മാരെ വീട്, അവരെന്താണോ ചെയ്തത്, ഞങ്ങളിപ്പോ ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ ചെല്ലൂല്ല അവര്. അല്ല, നമ്മളിപ്പോ അവര് പറയും തിരിഞ്ഞെന്ന് തല്ലിയില്ലെങ്കിൽ പെട്ടിയെടുത്ത് വീട്ടിൽ പോക്കോളാൻ. പെട്ടിയെടുത്ത് പോകണമെന്നാണ് നമ്മളല്ലേ തീരുമാനിക്കല്ലേ? ചങ്ങനാശ്ശേരി പോയി നമ്മള് പെട്ടിയെടുത്ത് പോകാൻ പറഞ്ഞു തരും, അവര് സമ്മതിക്കോ? അപ്പൊ അവർക്ക് ഇവിടെ വന്ന് എന്തും കാണിക്കാന്നോ? ഇതിന് കഴിവില്ലെങ്കിൽ എനിക്ക് ഇതിന് കഴിവില്ല, ഈ സ്ഥാനത്ത് എനിക്കിരിക്കാനില്ല എന്ന് പറഞ്ഞാൽ മാറണം. അല്ലാതെ നമ്മുടെ കാശ് എടുത്തും കൊണ്ട് ഇന്നും ജീവിക്കുകയാണ് അവിടെ. അത് തെറ്റാണത്. സത്യം പറഞ്ഞാൽ ടെൻഷൻ തോന്നുകയാണ്. മക്കളെ വിടാനായിട്ട് എന്തെങ്കിലും കള്ളപ്പണിക്ക് വിടുന്നതാണോ നമ്മള്? നമ്മളൊരു തീവ്രവാദ സംഘത്തിൽ വിടുന്നതാണ്. തീവ്രവാദികളാണെങ്കിലും അവർക്കൊരു റൂൾസ് ഉണ്ട്. ഇത് തീവ്രവാദി തെറ്റ് ചെയ്യാത്തവൻ ചൂണ്ടിക്കാണിച്ചാൽ വീട്ടിൽ പോയിക്കൊള്ളണമെന്ന്. സാറേ, ഇത് എത്രയും വേഗം തീർക്കാനുള്ള തീർക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രായമായി വരെയാണ്. നമ്മൾ ഇന്നത്തെ അവസ്ഥയല്ല നാളാ. സാറ് ഇന്ന് മിണ്ടണ പോലെ സാറിന് ഇപ്പൊ നാളെ മിണ്ടാൻ പറ്റില്ല. കാരണം 3-5-6 വർഷമായി ഈ കാണിക്കുന്ന വേഷങ്ങളെ. ഈ കഴിഞ്ഞ ക്രിസ്മസിന് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതിനൊരു ആൻസർ തരാൻ പറ്റാത്ത ആൾ എന്തിനിരിക്കണേ? വേറെ ആലഞ്ചേരി പിതാവ് അവിടെ എവിടെയെങ്കിലും പോട്ടെ, അതൊക്കെ പിന്നെ ചോദിക്കാം. പക്ഷെ ഇതിന് ആൻസർ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് ഇന്ന് കുർബാന സ്വസ്ഥമായിട്ട് അച്ഛന്മാർക്ക് ചെല്ലണ്ടേ? ഒരു 4 പേരോ 3 പേരോ 2 പേരോ ഒരാളെയൊക്കെ അവർ പിരിച്ചുവിടാനിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടോ. ഇവരെന്ത് ഇത്ര വലിയ സിനഡ്, എന്തൂട്ട് സിനഡ്? അതിലും വേഗം പാർട്ടി ഓഫീസിൽ പോയി പാർട്ടി കൂട്ടുന്നതല്ലേ? എനിക്ക് നാൽക്കാവലുകളിൽ ഒരു ബെഞ്ചിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് അതിനൊരു ആൻസർ തരാനിരിക്കാത്ത ആള് 1 കൊല്ലമായിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുക പോലീസിനെയും കൊണ്ട്. ഈ പേരൻസിന് പിതാവിനെ കാണാൻ പറ്റണില്ല. പിന്നെ എന്തിനാ അവിടെ ഇരിക്കണേ? പോലീസുകാരായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കട്ടെ. അവരുടെ ഫുഡ് നമ്മുടെ കാശെടുത്താണ് പോലീസുകാർക്കും കൊടുക്കണേ. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ ഇവര്? അവരുടെ കയ്യിൽ പിടിക്കണം. ഈ ആലഞ്ചേരി പിതാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാശ് കൊടുക്കണം. നമ്മുടെ കാശ് നമ്മുടെ അതിരൂപതയിൽ നിന്ന് 1 രൂപ പോലും പോകാൻ പാടില്ല ഇതിനൊരു ആൻസർ ഇല്ലാതെ. നമ്മുടെ കാശ് ആഴ്ചയിൽ പിരിവ് കിട്ടുന്നത് അവരങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്തും കൊണ്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. അതെന്തിനാ മേടിച്ചുണ്ടോണേ?
മേടിക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. ഒറ്റ ആൾക്കാരും ഇനി കൊടുക്കരുത് കാശ്. ഞങ്ങളുടെ ആൻസർ കിട്ടിയിട്ടാണ് കാശ് എടുക്കാൻ പാടുള്ളൂ. കാശിന് മാത്രം ഇവർക്ക് എന്താ അറപ്പൊന്നുമില്ല. അത് എറണാകുളം രൂപതയുടെ വിമതരുടെ കാശാണെന്നും പറഞ്ഞ അവർ എടുക്കാതിരുന്നാ പോരെ അവിടെ. വിമതരുടെ ചെക്കും കാശ് അവരവിടെ കൂട്ടി വെച്ചാൽ മതി. ആശുപത്രിയിലെ കാശുകളും LF-ലെ കാശും DSC-ലെ കാശൊക്കെ അവര് പറയണ്ടേ വിമതരുടെയാണ്, അത് കൈയും കൊണ്ട് തൊടാൻ കൊള്ളൂല, അതുകൊണ്ട് അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞേക്കട്ടെ. വിമതരുടെ കാശും കൊണ്ട് ഫുഡ് അടിക്കണേന് കുഴപ്പമില്ല. ഈ അച്ഛന്മാര് പ്രസംഗിച്ചും ഇന്ന് പിള്ളേരെ നന്നാക്കാൻ അവർ പള്ളിയിൽ പോകാതിരിക്കുന്ന പിള്ളേര്. ഒന്നാമത്തെ കോവിഡ് വന്നതോടുകൂടിയൊക്കെ നശിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഈ പോണ പിള്ളേരുടെ പേരൻസിന് ടെൻഷനാകെ. അവര് പറയുമ്പോ പൊക്കോളണേ, ഉടുപ്പ് മാറ്റി കൊടുത്ത് അവർക്ക് പൊഞ്ഞുകൊടുത്ത് കൊണ്ടുപോയി ഇരുട്ട് മുറിയിലിടണേലും ഭേദം അതൊക്കെ. അതിലും ഭേദമല്ലേ തീവ്രവാദികള്. ഈ തീവ്രവാദി സംഘം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയുണ്ട് ഒരു മയം. ഇവരെന്താ ആൻസർ തരാൻ കഴിവില്ലാത്തവരെന്തിനും ഇവിടെ ഇരിക്കണേ? സാറ് എത്രയും വേഗം സാറൊക്കെ പറ്റില്ല എന്ന് പറയും. ഇനി അച്ഛന്മാരല്ല പ്രശ്നം, ഇനി ജനങ്ങളെ പ്രശ്നം. നമ്മുടെ കാശെടുത്ത് അവരെ അവിടെ ഇരിക്കണേ, പോലീസിനെ കാവലിരിച്ചേക്കണേ. നമുക്ക് കാണാൻ പറ്റാത്തവര് പിന്നെ നമ്മളുടെ ആളെന്നും പറഞ്ഞ അവിടെ ഇരിക്കണേ എന്തിനാ? ഒരു പിതാവെന്ന് പറഞ്ഞ ഏത് പിച്ചക്കാരൻ ചെന്നാലും ഫ്രീ ആയിട്ട് ചെന്ന് 4 അടി കൊണ്ടാലും ആ പിതാവിന് അടി കൊള്ളാൻ പാടില്ലേ? പോലീസുകാരന്റെ ഇതില്ലാണ്ട് ഈ അടി കൊണ്ടുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന സാധനമൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇനി 5 ലക്ഷം പേരെ എങ്ങനെ ഭരിക്കും? നമ്മുടെ കാശിന് തൊടിക്കരുത് അവരെ കൊണ്ട്. സത്യം, അത് തൊടിക്കാതിരിക്കുമ്പോ ഇവരുടെ ഈ കളിയൊക്കെ മാറും. ജനങ്ങൾ പറയണം ഈ കാശ് ഞങ്ങൾ വിടില്ലാന്ന്. ആ കാശ് അവനവന്റെ ഇടവകയില് ഫുഡ് അടിച്ച് തീർക്കട്ടെ, പാവപ്പെട്ടവൻ ഫുഡ് അടിച്ച് തീർക്കട്ടെ, ഇടവകയില് പിരിയണ കാശ്. അതല്ലാതെ ഇരിക്കുമ്പോ ഇവന്റെയൊക്കെ കളി നിൽക്കും. ഇവനൊക്കെ ഒരു ക്ഷാമട്ട് പോലെ പ്രായമായിട്ട് നേരെ നോക്കാനാണ് അവൻ. ആ കണ്ണിലേക്ക് പുതിയ സാധനത്തിന്റെ കണ്ണിലേക്ക് നോക്കി അറിയാം കള്ളത്തരോളിന്. റോമിൽ കൊണ്ടുപോയി ഒരാളെ ഇരുത്തി കഴിഞ്ഞ് 19 വയസ്സ് 40 കൊല്ലമുണ്ടേ. അപ്പോഴൊക്കെ ഏകദേശം കേരളമൊക്കെ എല്ലാം അവരുടെയൊക്കെ കയ്യിലായിരുന്നു. കേരളവും രൂപതയൊക്കെ പിന്നെ ചങ്ങനാശ്ശേരിക്കാരുടെ മാത്രമാകും. ചങ്ങനാശ്ശേരിക്കാരുടെ മാത്രമായിട്ട് പിതാക്കന്മാരൊക്കെ ഇതിനൊക്കെ ഒരു റൂൾസ് ഇല്ലേ, ഇതിന് ആരെടുക്കണമെന്നില്ലേ? അതുപോലും മാർപ്പാപ്പേനെ തെറ്റിദ്ധരിപ്പിച്ച് ലോകം മുഴുവൻ മാർപ്പാപ്പ പറഞ്ഞനുസരിക്കുന്നില്ല, മാർപ്പാപ്പ അനുസരിക്കുന്നില്ല. അങ്ങടേക്ക് ലെറ്റർ എത്തണ്ടേ? അങ്ങനെ അവിടെ ജോലി ചെയ്യണവരെയൊക്കെ കാശ് കൊടുത്ത് ആക്കിയേക്കാണ്. പിതാവ് തുടങ്ങിയതാണ് ഈ എറണാകുളം രൂപതയെ കടന്ന് കളിക്കണം. ഓക്കെ സാറ് എത്രയും നേരം സാറ് പറയാം ഇനി ഞങ്ങളുടെ കാശെടുത്ത് ഫുഡടിച്ച് ഇവിടെ ഇരിക്കണ്ടാന്ന്. ഞങ്ങളുടെ ആൻസർ തന്നിട്ട് എന്റെ ഒരു മര്യാദയിലൊരു ആൻസർ തരാം. ശരി സാറേ, സോറി. ഓക്കെ.